സുഹൃത്തുക്കളെ നമസ്കാരം. നിങ്ങൾ ആരെങ്കിലും ട്രിപ്പിന് പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് പകരം സ്റ്റേയിൽ ഇരുന്ന് സമയം കളഞ്ഞിട്ടുണ്ടാവില്ലേ? ചില ഹോം സ്റ്റേസ് ഒക്കെ അങ്ങനെയാണ്. കേറിയാൽ പിന്നെ ഇറങ്ങാൻ തോന്നത്തില്ല. അതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ വർക്കല ട്രിപ്പിലും സംഭവിച്ചത്. ഈ ഹോം സ്റ്റേയിലേക്ക് കയറി ഡോർ അടച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചതാണ് ഇതിന്റെ അകത്തുനിന്ന് ഒറ്റ ഇനി പുറത്തേക്ക് ഇറങ്ങില്ലാന്ന്. കാരണം ഭയങ്കര കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇതിന്റെ അകത്തും പുറത്തും. വർക്കലയിൽ ഒരു ഗ്രാമപ്രദേശത്ത് അതേ ഹാബിറ്റാറ്റില് അതിന്റെ ഗ്രാമീണതയൊന്നും ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ ഈ ഹോം സ്റ്റേ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേര് പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു വയലന്റ് വ്യൂ ആണ് കിട്ടുന്നത്. അതിന്റെ കൂടെ ദൂരെ നിന്ന് ഒരു അമ്പലത്തിൽ നിന്ന് വരുന്ന പാരായണം ഒക്കെ കേട്ട് കാറ്റും കൊണ്ടിരിക്കാൻ നല്ല സുഖമാണ്. അത് മാത്രല്ല ഈ ഹോം സ്റ്റേയുടെ യഥാർത്ഥ ഭംഗി വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. ഈ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് അകത്തും പുറത്തും കാൻഡിൽസ് ഒക്കെ കത്തിച്ചു വെച്ചിരിക്കുമ്പോഴാണ് ബിസി ലൈഫിൽ നിന്ന് നമ്മളൊക്കെ എത്ര അകലെയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ വെറുതെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണർ പറയുന്നത് ഇവിടെ കാണാൻ കുറെ അടിപൊളി സ്പോട്ട് ഉണ്ട്, വേഗം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൺസെറ്റ് പിടിക്കാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സ്പോട്ടിലേക്ക് നടന്നു. വെറും 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നടക്കാൻ. ഇത്രയും പീസ്ഫുൾ ആയിട്ടൊരു വർക്കല ക്ലിഫ് ഞാൻ എന്റെ ജന്മത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഈ ഏരിയയിൽ ആളുകളുടെ തിരക്കില്ല, ലൗഡ് മ്യൂസിക് ഇല്ല, ഇരട്ടി വിലയൊക്കെ ചോദിച്ച് കഴുത്തറക്കുന്ന കടകളില്ല, കടലും വിജനമായ കുറച്ച് വഴികളും ഈ ക്ലിഫും പിന്നെ നമ്മളും. സ്ഥിരം വർക്കല സ്പോട്ടിൽ നിന്ന് റൂട്ട് മാറ്റി പിടിച്ചത് എന്തുകൊണ്ട് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ വരുന്നവർ മസ്റ്റ് ആയിട്ട് വർക്കലയുടെ ഈ ഫേസ് കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് നടന്നൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഹോം സ്റ്റേയിലെത്തി. അങ്ങനെ കഥ പറച്ചിലൊക്കെ തീരാറായപ്പോൾ ഡിന്നർ സ്റ്റേയിൽ നിന്ന് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ അമേസിംഗ് ഹോസ്പിറ്റാലിറ്റി. ഫുഡൊക്കെ റെഡിയാക്കി തന്നതിന്റെ കൂടെ നാളെ രാവിലെ പോകാനുള്ള ഒരു സ്പോട്ട് കൂടി പറഞ്ഞു തന്നു. ആൻഡ് അതായിരുന്നു ഞങ്ങളുടെ അടുത്ത ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ വർക്കല. അതടുത്ത വീഡിയോയിൽ. അപ്പോ ഓക്കെ, ബൈ.